അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ മനസ്സിലാക്കി വന്നുള്ളത്. അതില് അവസാനത്തെ ആയത്തിലെ എത്തിക്കണങ്ങ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഈ ആയത്തെ എത്തിക്കണങ്ങ മനസ്സിലാക്കുകയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടിക്ക് ഞങ്ങൾ ഇതിനെ മുന്നോളും സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ ആക്ക് റബ്ബേ ചൊന്നങ്ങ് ചൊന്നൽ. പിന്നെ ആ സിറാത്ത് ചൊന്തൽ ആ റൂട്ടു ആരതാവണം? അല്ലദീന അൻഅംത അലൈഹിം, ആർക്ക് നിന്റെ നിഅമത്ത് കിട്ടിയ അങ്ങ് ഏത് റൂട്ടിലെത്തിക്കുള്ളത് ആ റൂട്ട് നീ അനുഗ്രഹിച്ചകത്തെ ആ ആൾമാരുടെ റൂട്ടിലെത്തിക്ക. അയങ്ക ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ അർസത്തുക്ക് കാരണറായ അങ്ങനെ റൂട്ടാവത്തീറ. വലദ്ദാല്ലീൻ, അതേപോലെ ദലാലത്തിലായ തെറുതപ്യങ്ങളെ റൂട്ടിലുമാവത്തീറ. അള്ളാഹു ഒട്ടി കേട്ടു. അതിൽ അൻഅംത അലൈഹിം എത്തിക്കറ് കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങ് മനസ്സിലാക്കിയത്. ഇനി നമുക്ക് അവസാനമായിട്ട് മനസ്സിലാക്കുള്ളത് ആറൈത്തിക്കറി ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ചൊത്തുള്ള ആൾമാറും അങ്ങനെ കൂട്ടത്തിൽപ്പെട്ട ആൾമാർ ചൊന്നിങ്ങാർ. അതിൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുള്ളത് ഗൈറുൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുരെ അർസത്ത് കാരണായ ആൾമാർ അത് യഹൂദിമാരായിരിക്കണം. മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരിപ്പാട്ടത് യഹൂദിമാരുടെ വിഷയത്തിലായിരിക്കണം. രണ്ടാമത്തത് വലദ്ദാല്ലീൻ ചൊത്തുലമു, ആ ദലാലത്തിലായ ആൾമാർ അന്നസാറ, നസ്രാക്കന്മാരായിരിക്കണം. നസ്രാനിമാർ, ക്രിസ്ത്യന്മാർ. അപ്പൊ ഈ രണ്ട് ടീമിന്റെ വിഷയത്തിലേക്ക് പ്രധാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നുമില്ല. അപ്പൊ ഞങ്ങ നിസ്കാരത്തിൽ എല്ലാ സന്ദർഭത്തിൽ അങ്ങ് ദ്വാർന്നില്ലെന്തേ നബിമാരും സ്വാലിഹീങ്ങളും ശുഹദാക്കന്മാരും സിദ്ദീഖീങ്ങളെ അങ്ങനെ റൂട്ടിൽ നിങ്ങൾ ആക്കറബേ അയങ്ക യഹൂദിമാരും നസ്രാനിമാരും അങ്ങനെ സ്വഭാവത്തിലുള്ള ആൾമാരെ റൂട്ടിലാക്കണ്ട. യഹൂദിമാരും നസ്രാനിമാരെ റൂട്ട് ആറ് പിടിച്ചിട്ടുള്ളാറ, അല്ലെങ്കിൽ ആറ് അങ്ങനെ ആ ഒരു ശൈലിയിൽ പോയ ഉള്ളാറ, ആരങ്ങനെ സ്വഭാവത്തുള്ളാറ, അങ്ങനെ ആരെ റൂട്ടിലും ഞങ്ങൾ ആക്കണ്ട റബ്ബേ. ഇതേക്ക് ഞങ്ങൾ കേട്ടൊന്നുമില്ല. അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണ ആ വിഷയത്തിക്കറ. അവിടെ മൂന്ന് വിഷയത്തിക്കർ, മൂന്ന് ത്വരീഖൈത്തിക്കർ, റൂട്ട് ഐത്തിക്കർ ഈ ആയത്തിൽ അല്ലാഹു അറിയപ്പെട്ടു. ഒന്ന് ഗൈറുൽ മഗ്ദൂബി അലൈഹിം, അതൈത്തിക്കർ ത്വരീഖുൻ മുഅവജുൻ, അതായത് വക്രതയുള്ളങ്ങനത്തെ റൂട്ട്, സ്ട്രൈറ്റ് റൂട്ടല്ല, സ്വർഗത്തുക്കുള്ള റൂട്ടല്ല. രണ്ടാമത് വലദ്ദാല്ലീൻ, ദലാലത്തിലായങ്ങ, അതൈത്തിക്കർ ത്വരീഖുൻ മുഅവജുൻ, അത് നസ്രാനിമാരുടെ റൂട്ട് ഐത്തിക്കർ, അതും തെറുതപ്പിയത് ഐത്തിക്കർ. മൂന്നാമത്തെ ഐത്തിക്കർ അൻഅംത അലൈഹിം, അതൈത്തിക്കർ സിറാത്തുൽ മുസ്തഖീം ഐത്തുള്ള റൂട്ട്, അതൈത്തിക്കർ കറക്റ്റ് ഐത്തുള്ള റൂട്ട്. ആ റൂട്ടിൽ നിങ്ങൾ നിൽക്കൊണ്ട് ചൊത്തൈത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല കരിപ്പാട്ടിയ. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ആയത്തെ വിശദീകരിക്കുന്നതോട് ചൊല്ലിക്കാണ ഗൈറുൽ മഗ്ദൂബി അലൈഹിം, ഈ അല്ലാഹുവിന്റെ അർസത്തുക്ക് കാരണമായ ആൾമാരുടെ റൂട്ടിലും അല്ലാഹു തങ്ങൾ ചൊന്നുള്ളല്ലേ ഹും അൽ യഹൂദ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദിമാരായിത്തിക്കറ്. വകുല്ലു മൻ അലിമ ബിൽ ഹഖ് വലം യഅമൽ ബിഹ്, അങ്ങ മാത്രല്ല ഈ അങ്ങ അർസത്ത് കാരണാവും. കാരണം എന്തേ? റീസൺ എന്തേ? അവിടെ മനസ്സിലാക്കണം. അക്ക് ഇൽമുണ്ടു അമലില്ല. ആർക്ക്? യഹൂദിമാർ. അങ്ക് ഇൽമുണ്ടു അമലില്ല, പിടിയുണ്ടുള്ള വിഷയ എല്ലാ ഹക്കും പിടിയുണ്ടു, അങ്ങനെ പാടി വെച്ചിരുന്നു. അതുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചൊല്ലിട്ട് കാണാം, യഹൂദിമാർ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചു ഹക്ക് പിടിയുന്ന എല്ലാ ആൾമാരും ഇതിൽ പെടാറ്. എങ്ങനത്തെ ആൾമാർ? വലം യഅമൽ ബിഹ്, അതുകൊണ്ട് അമലെടുക്കാത്ത. സ്വർഗം ഉണ്ട് ചെന്ന് പിടിയുണ്ടു, ആ സ്വർഗത്ത് പോണ അമലെടുത്തോ ഇല്ല. നരകം ഉണ്ട് ചെന്ന് പിടിയുണ്ടു, അതിൽ നിന്ന് രക്ഷപ്പെടണായ അമലെടുത്തോ ഇല്ല. കബൂർ ശിക്ഷ ഉണ്ട് എന്ന് പിടിയുണ്ടോ, അത് രക്ഷപ്പെടണായ അമലെടുത്തോത്തില്ല. അങ്ങനെ ഹക്ക് നേർ പിടിയുത്തും അങ്ങ അമലെടുത്തോ ഇല്ല. അങ്ങനത്തെ എല്ലാ ആൾമാരും ഈ യഹൂദിമാരെ കൂട്ടത്തിൽ പെട്ടാറുണ്ട്. അതുകൊണ്ട് ഗൈറുൽ മഗ്ദൂബി അലൈഹിം ഓതിത്ത് പിന്നെ ഞങ്ങ വേറെല്ലാം കുഫറും ശിർക്കും പോയി എന്തായെങ്കിൽ ഇങ്ങനെ കൂട്ടത്തിൽ പെട്ടുപോകും. അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് യഹൂദിമാരെ കൂട്ടത്തിൽ മാവത്തീറാൻ. വഖൗലുഹു തആല, എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചൊല്ലുന്നത് കാണാം. വഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് പിന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് വലദ്ദാല്ലീൻ ചൊല്ലുന്നത് ദലാലത്തിലായ ആൾമാർ ഹും അന്നസാറ, നസ്രാനിമാരായിട്ടിക്രാർ. വകുല്ലു മൻ, എന്നിട്ട് പിന്നെ ഖബ്ല ബിഅസത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ നബുവത്തിലെ മുനോൽ നബി ആവരേക്ക് മുനോലുല്ലേ ആ നസ്രാനിമാരായിട്ടിക്രാർ. എന്നിട്ട് വകുല്ലു മൻ അമില ബിഗൈരിൽ ഹഖ് ജാഹിലൻ ബിഹ്,
ഇൽമില്ലാതെ ഹക്ക് പിടിയില്ലാത്ത അമലെടുത്ത ആൾമാർ, ഹക്ക് ഇല്ലാത്ത ദീനില്ലാത്ത ചൊമ്മ ആക്കിയാറങ്ങാണ്ട് ചൊമ്മ ആക്കിയോ ഇന്നാർ അങ് എന്തില്ല ഹക്കില്ല പ്രൂഫ് എന്തുമില്ല അത് എന്നിട്ട് പ്രത്യേകമായി ഉലമാക്കന്മാർ അരിപ്പാട്ടെ 3 ടീം ഐത്തിക്കറ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കോല്ലേ. ഈ ആയത്തിൽ അവസാനത്തെ ഈ ആയത്തിൽ 3 ടീമിന്റെ വിഷയം മനസ്സിലാക്കണം. സലാസത്തു ഫിറഖ, 3 ഫിറഖയുടെ വിഷയത്തിൽ. ഒന്ന് മഅരിഫത്തുൽ ഹഖ് വൽ അമലു ബിഹി, ഹഖ് മനസ്സിലാക്കിയിട്ട് അമലെടുത്ത ആൾമാർ, അതൈത്തിക്കറ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അതൈത്തിക്കറ അൻഅംത അലൈഹിം ജുത്തുൽ ആ ടീം. രണ്ടാമത്തത് അതിൽ ആ ഒന്നാമത്തെ ടീമിൽ പണ്ടതാറുള്ള നബിമാർ, സിദ്ദീഖ്മാർ, ശുഹദാക്കന്മാർ, സ്വാലിഹീങ്ങ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കിയ. രണ്ടാമത്തെ ടീം അറഫൽ ഹഖ് വലകിന്നഹു റഫള, ഹഖ് പിടിയുണ്ട് അയങ്ങ അതിനെ തിരസ്കരിച്ച് എറിഞ്ഞുവിട്ട്. അതൈതിക്കറ യഹൂദിമാരെ സ്വഭാവ. അങ്ക് അള്ളാഹുരെ മാത്രം ഇബാദത്ത് എടുക്കൊണ്ട് ചുത്തുപിടിയുണ്ട്, അങ്ക് സ്വർഗമുണ്ട് നരകമുണ്ട് പിടിയുണ്ട്, അങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരം പിടിയുണ്ട്. അയങ്ങ അള്ളാഹു സുബ്ഹാനഹു വ തആല ലഅനത്തും ഗളബും മംഗല മേലുണ്ടായിട്ട്. അത് എന്ത് ചൊന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്നത് ഫഅലൈഹിം ഗളബുൻ മിനല്ലാഹി വലഹും അദാബുൻ അദീം. അങ്ങനെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർസവും അങ്ക് ബയാനക്കമൈത്തുള്ള ശിക്ഷ ഉണ്ട് ചൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് ചൊന്നതല്ലേ. ആരമേൽ പ്രത്യേകമായിട്ടും യഹൂദിമാരെ വിഷയത്തിലേറ്റിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെട്ടു. അപ്പൊ അങ്ക് ആയ പ്രോബ്ലം ഇല്ല ആർക്ക്? യഹൂദിമാർക്ക്. അപ്പൊ അങ്ങനെ റൂട്ടിലും ഞങ്ങളെ ആക്കണ്ട റബ്ബേ ഇതേറ്റിക്കണങ്ങ ആ സൂറത്തുൽ ഫാത്തിഹത്തിൽ ചൊന്നോന്നില്ല. മൂന്നാമത്തെയും ഹക്ക് പിടിയില്ല അയങ്ങ ചൊമ്മ ആക്കിയൊന്നുള്ളാർ, ചൊമ്മ ആക്കിയൊന്നുള്ളാർ, ആത്മാർത്ഥ ചൊമ്മ ആക്കിയൊന്നുള്ളാർ. അയങ്ങ ഒന്നും എന്നില്ല ദീനിലുള്ള ഒരു രൂപത്തിലും പ്രൂഫ എന്തുമില്ല, അങ്കൂർ ഇൽമില്ല അന്താക്കിയോല്ലേ. അങ്ങനെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് ഖദ് ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل. അങ്ങ ദലാലത്തിലായ മാത്രല്ല അങ്ങ് ചൊമ്മ ആൾമാരും ദലാലത്തിലാക്കിയാർ അങ്ങ് ഹക്കായ റൂട്ടിൽ നിന്ന് മുസ്തഖീമിൽ നിന്ന് തെരുതപ്പി പോയി അങ്ങ് എത്തിക്കാറ്. ആറ് നസ്രാനിമാരെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണായത് യഹൂദിമാരും നസ്രാനിമാരെ സ്വഭാവത്തിൽ ആക്കണ്ട ചൊന്തു സൂറത്തുൽ ഫാത്തിഹത്തിൽ ഓതിത്ത് പിന്നെ നോഹിയറെ ചൊന്തു ആ യഹൂദിമാരെ ആ ക്രിസ്ത്യന്മാരെ ആചരണ ആക്രന്തായങ്ക അങ്ങനെ ആഘോഷത്തിനങ്ങ് ആക്രന്തായങ്ക പിന്നെ മുസ്ലിം ചൊന്ത് എന്ത് കാര്യ? ആ കുഫാർമാരെ ആ യഹൂദി നസ്രാനിമാരെ കാലത്തില് ഞങ്ങളെ ജീവന ഇന്നെന്തായങ്ക അങ്ങ് ആക്കിര പോലമേ ഞങ്ങളെ ലൈഫ് സ്റ്റൈൽ ഇന്നെന്തായങ്ക ഇത്ര അപകടം എത്തിക്കരുത്. അങ്ങമേ അള്ളാഹ് ഒരു അർസത്തുകാരനായെങ്കും തെറുതപ്പി പോയെങ്കിൽ എത്തിക്കാറ്. അങ്ങനെ റൂട്ട് നങ്ങ പിടിക്കരുത്. എത്ര മാ മുസ്ലിം സമുദായ കാണാം കുഫാർമാരെ ഇത്തില്ല ആ യഹൂദി നസ്രാനിമാരെ റൂട്ട് പിടിച്ച് തയ്ത്തിക്കർ അങ്ങനെ ജീവനത്തെ മുന്നോൽക്കൊപ്പിയോല്ലേ. അള്ളാഹുരെ ദീനില് ഈ ബർത്ത്ഡേ ആഘോഷം ഇല്ല ചൊന്ന് കൊന്തു അത് ചൊല്ല ഞങ്ങ ദീനറെ കൂലി കിട്ടു ചൊന്തുന്ന രൂപത്തിലല്ല ഞങ്ങ ഇങ്ങനെ ആക്രി ആർ നിന്ത് കൊടുന്നത് നിങ്ങ ഈ നസ്രാനിമാരിൽ നിന്നല്ലേ ഈ തെറുതൊപ്പി ആൾമാരിൽ നിന്നല്ലേ അങ്ങനെ നിന്ത് കൊടുന്നത് നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കരമാ. അപ്പൊ അത് പ്രത്യേകം ഇത് മനസ്സിലാക്കണം. യഹൂദിമാരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഇത് ഖുർആനിൽ ചൊന്നത് കാണാം. അല്ലാഹു പറയുന്നു വലമ്മാ ജാഅഹും കിതാബുൻ മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലൽ ലദീന കഫറൂ ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു വലമ്മാ ജാഅഹും കിതാബുൻ മിൻ ഇൻദില്ലാഹ് അല്ലാഹു നിന്തുൽ കിതാബ് ഖുർആൻ അങ്ങനെ മുട്ടപ്പ മുസദ്ദിഖുൻ ലിമാ മഅഹും അങ്ങലൊട്ടി ഇന്നെതിരെ അങ്ങലൊട്ടി ഉള്ളത് അത് തൗറാത്തും ഇഞ്ചീൽ അതിരെ വിഷയത്തെ അതിരെ സത്യപ്പെടുത്തുന്നത് വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലൽ ലദീന കഫറൂ അങ്ങ ഈ ഖുർആൻ പണ്ടേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അവരേക്ക് വന്നല്ലോ അങ്ങ ആൽമ അങ്ങനെ എതിർ ടീം ഐത്തുല്ല കുഫാർമാരൊട്ടിಗೆ അപ്പൊ അങ്ങ് ചൊന്നു നങ്കൊരു നബി വറകൊണ്ട് അപ്പൊ നിങ്ങളൊട്ടിಗೆ ನಂಗೆ ಯುದ್ಧ ಆಕ್ರ നങ്കൊരു നബി വറകൊണ്ട് ആറ് ഈ യഹൂദിമാർ നങ്കൊരു നബി വറകൊണ്ട് ನಂಗೆ ಅಲ್ಲಾಹ್ ನಿಂತಲ್ಲಿ ಗ್ರಂಥ ಬರಗೊಂಡು ಹಿಂಗನೆ ಚೊನ್ನು ಇನ್ನ ಅರ್ಥ ಹೆಂಗಂತೆ ಆಲ್ಮಾರ್ ಫಲಮ್ಮಾ ಜಾಅಹುಂ ಮಾ ಅರಫು ಕಫರು ಬಿಹಿ അങ്ങനെ അങ്ങനെ മുട്ട അങ്ക് പിടിഞ്ഞതായ അങ്ങ് അറിഞ്ഞതായ ആ നബി വന്ന സന്ദർഭത്തില് അങ്ങ് നിഷേധിച്ചാർ. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടില്ല. അത്രത്തോളം അങ്ങ് ചൊന്നു ഞങ്ങൾക്ക് ഒരു നബി വറകൊണ്ട് യഹൂദിമാർ അങ്ങ് സ്വീകരിച്ചിട്ടില്ല. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ അങ്ങനത്തെ നിഷേധിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅനത്തുണ്ട് ചൊല്ലയിത്തിക്കണം. എന്നിട്ട് എല്ലാ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുക അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ഈ യഹൂദിമാരുടെ സ്വഭാവത്തെ അല്ലാഹു ചൊല്ലേ അങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പിടിയുണ്ട് ചെന്നെങ്കിൽ സ്വന്തം മക്കൾ എങ്ങനെ പിടിയുണ്ട് അതിനെക്കാണ്ടി ആർ അങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിയുണ്ട്. അതായത് നബി പണ്ട് ചൊന്തും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഉണ്ട് ചൊന്തും അങ്ക് പറകൊണ്ട് എല്ലാം പിടിയുണ്ട്. പിന്നും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാൻ ദിക്കുകയില്ല. കാരണം എന്തേ
അതുകൊല്ല കാരണം ഒറ്റ ഒന്ന് എത്തിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാമിന് 2 മക്ക, ഇസ്മായിൽ അലൈഹി സ്വലാമും അതേപോലെ ഇസ്ഹാഖ് അലൈഹി സ്വലാം. അതിൽ ഇസ്ഹാഖ് അലൈഹി സ്വലാമിന് പിന്നെ മോണ എത്തിക്കല് യാക്കൂബ് അലൈഹി സ്വലാം. ഈ യാക്കൂബ് അലൈഹി സ്വലാമിന് പരമ്പര എത്തിക്കരിച്ചുണ്ട് ബനു ഇസ്രായേൽ ചൊല്ലും. ഈ റൂട്ടിൽ എത്തിക്കോണം പറഞ്ഞായ നബി അത് ഞങ്ങ ഇഷ്ടപ്പെട്ടതായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു കുടുംബ പരമ്പര ഞങ്ങളെ ഇങ്ങനെ ഈ റൂട്ടിൽ പറഞ്ഞു ഞങ്ങളെ കുടുംബത്തിൽ പറഞ്ഞു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാമിനെ രണ്ടാമത്തെ മോണയിത്തുള്ളതായ ഒന്നാമത്തെ മോണയിത്തുല്ലാറ് ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ കുടുംബത്തിൽ നിന്ന് എത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാട്ടിയത്. അത് കുറത്ത കാരണം മാത്രം. ഇപ്പുറത്തിൽ പറഞ്ഞ ആൾ ഇപ്പുറത്തിൽ ബന്ധുകൊണ്ടു സ്വീകരിച്ചിട്ടില്ല. ഇതെത്തിക്കറി യഹൂദിമാരുടെ സ്വഭാവം. അതുകൊണ്ട് അങ്ക് ഹക്ക് പിടിയുണ്ടു, നബി ചൊന്ത് പിടിയുണ്ട്, നബി ചൊല്ലത് ഹക്ക് ചൊന്ത് പിടിയുണ്ട്, അതും പിടിയുണ്ടു. അയങ്ങ സ്വീകരിക്കാതിരിക്കില്ല. കാരണം എന്തിന് ഇപ്പുറത്തിൽ വന്നില്ല. ഇത് ഞങ്ങളെ സ്വഭാവത്തിൽ ഉള്ളത് എത്തിക്കറി. ചില ഞങ്ങളെ സാധാരണ നടക്കരുത് എത്തിക്കറി. ചിലത് തന്നെങ്കും കൊടുത്തെങ്കും അത് ഇപ്പുറത്തിൽ വന്നതാവില്ല, അപ്പുറത്തിൽ വന്നെങ്കിൽ മാത്രം അന്ത സ്വഭാവത്തിൽ ഞങ്ങൾ എത്തിയും ചൊന്നുള്ളത് അപകട ഇത്തിക്കറി സഹോദരന്മാരെ. അപ്പൊ ഇതുകൊണ്ട് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്ന വിഷയത്തിക്കറ് യഹൂദിമാരും നസ്രാനിമാരെ റൂട്ടിൽ ഞങ്ങൾ ആക്കട തീരാ ചൊന്ത എത്തിക്കറ് ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദ്വാർന്നു തുള്ളത്. അപ്പൊ ഇതേ ഇത്തിക്കറ് സൂറത്തുൽ ഫാത്തിഹത്തെ ഷോർട്ട് ആയിട്ടുള്ള ഞങ്ങൾക്ക് മനസ്സിലാക്കുന്ന വിഷയ. അള്ളാഹു റൊಟ್ಟಿಗೆ ഞങ്ങൾ ആത്മാർത്ഥ എല്ലാ സന്ദർഭത്തിലും ദ്വാർക്കതായ വിഷയ ഇതേ ഇത്തിക്കറെಂದ್ರೆ അള്ളാഹുവെ യഹൂദിമാരും നസ്രാനിമാരും അതേപോലെ അങ്ങനെ സ്വഭാവത്തുള്ള ആൾമാർ ആറല്ലാറ അങ്ങനെ റൂട്ടിൽ ഞങ്ങൾ ആക്കണ്ട റബ്ബെ ചൊന്തു. പിന്നെ ഏത് റൂട്ടിലാക്കണോ സിറാത്തൽ മുസ്തഖീം ചൊത്തല്ലേ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ നിഅമത്ത് കിട്ടിയ ആൾമാർ, നീ അനുഗ്രഹിച്ചങ്ങനത്തെ ആൾമാർ, നബിമാരും സിദ്ദീഖ്മാരും ശുഹദാക്കന്മാരും സ്വാലിഹീങ്ങ ഇങ്ങനെ റൂട്ടിൽ ആക്കണേ റബ്ബെ ചൊന്തു. ഞങ്ങൾ ആത്മാർത്ഥയിട്ട് ദ്വാർക്കും. ഒരു 4-5 മിനിമം പുണയൽപ്പെട്ട ഈ സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ ഓതുമ്പോ ആ ഇമാം ഖിറാത്ത് ഓതുന്ന സന്ദർഭത്തിലും നിങ്ങൾ ഓതുന്ന സന്ദർഭത്തിലും മനസ്സിക്ക് ഈ ബോധം പറഞ്ഞു. ഒന്നാമത്തെ ആയത്ത് പിടിച്ച അവസ്ഥാനത്തോളം ആയത്തോളം ചൊല്ലുമ്പോ ഈ മനസ്സിക്ക് നെനപ്പ് പറഞ്ഞു. അള്ളാഹുവെ നന്റെ നീന് സ്വഹിയത്തുള്ള കറക്റ്റ് ആയിട്ടുള്ള റൂട്ടിൽ നിലനിൽപ്പാട്ട് റബ്ബേ. ആരെ റൂട്ടു നീന് ഇഷ്ടപ്പെട്ടങ്ങനത്തെ നീൻ അനുഗ്രഹിച്ചങ്ങനത്തെ ആൾമാരെ റൂട്ടിൽ എത്തിക്ക റബ്ബേ. ഈ യഹൂദിമാരും നസ്രാനിമാരും അങ്ങനെ റൂട്ടിൽ പോയി ഉള്ളങ്ങനത്തെ ഏതെല്ലാം ടീമുണ്ടാ അങ്ങനെ 6 ടീമിലും നിങ്ങൾ ആക്കണ്ട റബ്ബേ. ഇതെത്തിക്ക് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുട്ടിക്ക് ചൊന്നുള്ളത്. അപ്പൊ ഇതേ ഇത്തിക്കറ് ഇത്ര നാൾ ഞങ്ങൾ മനസ്സിലാക്കിയതായ സൂറത്തുൽ ഫാത്തിഹത്തെ ഒരു ചെറിയ രൂപത്തിലുള്ള വിശദീകരണം ഇത്തിക്കറ് ഇത്ര നാൾ ആക്കിയത്. ഇനി അതിൽ ബാക്കി ഭാഗം ഇത്തിക്കറ് ആമീൻ സൂറത്തുൽ വിശദ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി മനസ്സിലാക്കും. ഞാൻ 3 വിഷയം ഉണ്ടതിൽ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പഠിച്ചതും മനസ്സിലാക്കിയതിന്റെ മേലെ അമലെടുക്കുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. കൂടെ കൂടിയതുപോലെ നാളെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തൊട്ടിക കൂടെയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതായി എല്ലാ ചെറിയ തപ്പുരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാഫാക്കി തരട്ടെ. ഈമാനോട് കൂടി ജീവിച്ചത് ഈമാനോട് കൂടി മരിക്കുകയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക يا أرحم الراحمين. وصلى الله على نبينا محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.